അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം വന്നെത്തി. യുഎഇയിൽ നാഷണൽ ഡേ പ്രമാണിച്ച് ഒരു 4 ദിവസത്തെ ലോങ് ലീവ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മുതൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ലീവിൻ്റെ സമയത്ത് നമ്മൾ എവിടെ പോകുന്നു. അങ്ങനെ ചിന്തിച്ച് നമ്മൾ അവസാനം എടുത്ത സ്ഥലമാണ് വത്തുബ. വത്തുബ ലേക്ക്. അവിടെയാകുമ്പോൾ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് ഒരു ദിവസം അങ്ങനെ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഒരു ദിവസം നല്ല തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ച് അല്പം റിലാക്സേഷന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില എൻ്റർടൈൻമെൻ്റ് ഒക്കെ നല്ലതല്ലേ. മാത്രമല്ല നമുക്ക് മാത്രമല്ല പിള്ളേർക്കും അതൊരു ഫണ്ണ് തന്നെയായിരിക്കും. ഇപ്പം യുഎഇയിൽ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി ചെറിയ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിന് വേണ്ടി ഒത്തിരി പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ ഒരു 3 മണിയായപ്പോൾ തന്നെ തിരിച്ചാണ്. പക്ഷേ നോക്കിക്കേ എന്തോരം ടെൻ്റാണ്. അടുത്തടുത്തായിട്ട് ഇങ്ങനെ ടെൻ്റുകളുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം അതൊക്കെ ഒരു രസമല്ലേ. ഇത്രയും നേരത്തെ ഇറങ്ങിയോണ്ടാണ് നമുക്ക് സ്ഥലമെങ്കിലും കിട്ടിയത്. ഇല്ലെങ്കിൽ അതും കിട്ടില്ലായിരുന്നു. അതുപോലത്തെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അടുത്തായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്രില്ല് ചെയ്യുന്നതാണ്. നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് മാരിനേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ അത് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള പരിപാടിയായി. അത് പിന്നെ ആണുങ്ങളുടെ സെക്ഷനാണല്ലോ. നമ്മളങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ അപ്പോഴേക്കും പറയാൻ തുടങ്ങി തണുപ്പുള്ളത് കൊണ്ട് തന്നെ കട്ടൻ ചായ വേണം. അങ്ങനെ നമ്മൾ ചെറിയ സ്റ്റൗ ഒക്കെ ആയിട്ടാണ് പോയത്. ഗ്യാസിൻ്റെ സ്റ്റൗ ചെറുതായിരുന്നു. എന്നിട്ട് നമ്മൾ അതിലേക്ക് കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പോൾ ആ സമയം കൊണ്ട് അവർ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മോളാണെങ്കിൽ കളിക്കാൻ ഫ്രണ്ട്സിനെ കിട്ടി. കാരണം അടുത്തടുത്ത് ടെൻ്റായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ അവർ കളിക്കാൻ വേണ്ടി പോയി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. ഇന്നാണ് ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഒന്ന് ഇരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അതും തണുത്ത കാറ്റും കൂടെ. അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയും അതിൻ്റെ കൂട്ടത്തിൽ കൂടി. എന്നിട്ട് നമ്മൾ ഈ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ വെച്ചു. അതിൻ്റെ മേളിലായിട്ട് ഒലീവ് ഓയിലൊക്കെ തേച്ച് കൊടുത്തു. എന്നിട്ട് നല്ല ഗ്രില്ല് ചെയ്യുന്നു. കാരണം അവിടെ ഫുള്ള് എല്ലാവരും ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൊത്തത്തിലൊരു ഗ്രില്ലിൻ്റെ അതായത് നല്ല ചാർക്കോളൊക്കെ വെച്ചിട്ട് നല്ല ഗ്രില്ല് ചെയ്യുന്നു. ചിലയിടത്താണെങ്കിൽ ഫിഷിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കൊരു വല്ലാത്തൊരു സ്മെല്ലായിരുന്നു. അപ്പുറത്തിരുന്നവരാണെങ്കിൽ ഫിഷ് ഗ്രില്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതൊരു വല്ലാത്ത സ്മെല്ലായിരുന്നു. എങ്കിൽ പോലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ദിവസത്തെ കാര്യമല്ലേ. അങ്ങനെ അണ്ണനാണെങ്കിൽ മറ്റേ പാട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്ന് നല്ല മൊത്തത്തിലൊരു അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. നമ്മളങ്ങനെ എല്ലാവരും തന്നെ ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി. കാരണം അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എല്ലാവരും കൂടെ വട്ടത്തിൽ അങ്ങനെ നിരന്നിരുന്നു. അങ്ങനെ 3 പേരും 3 ടൈപ്പ് ഫുഡൊക്കെ ആയിട്ടാണ് വന്നത്. ചേച്ചിയാണെങ്കിൽ പോർക്ക് ഫ്രൈയും പിന്നെ സ്നേഹ മട്ടൻ പെരട്ടും പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും പിന്നെ കൂടാതെ നമ്മുടെ ഗ്രില്ലും ഗാർലിക് പേസ്റ്റും ഹമൂസും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ നല്ല രസം തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ ചിരിച്ച് സംസാരിച്ച് അതൊക്കെ ഒരു രസമല്ലേ ഫാമിലിയൊക്കെ ആയിട്ട് കൂടുന്നത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഗെയിമൊക്കെ കളിക്കാനായിട്ടിരുന്നു. നമ്മൾ കാർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ച് അവിടെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഉറക്കം വരാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മളും കൂടെ ഇരിക്കുമ്പോൾ അവർ ഉറങ്ങത്തില്ലല്ലോ. അങ്ങനെ നമ്മളും കയറി കിടന്നു. കാരണം ഒരുപാട് ലേറ്റായി അപ്പം തന്നെ. അങ്ങനെ രാവിലെ ഒരു 5:30 ആയപ്പോൾ തന്നെ എണീറ്റു. എന്നിട്ട് നമ്മൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി നമ്മൾ കുറച്ച് നേരം ഒന്ന് നടക്കാനായിട്ട് പോയി. കാരണം സാധാരണ നമ്മൾ വെയിലൊന്നും കൊള്ളുന്നേ ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ ചൂട് വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം കട്ടൻ ചായയും കുടിച്ച് അതുവഴിയൊക്കെ ഇങ്ങനെ പിന്നെ രാവിലെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഫോട്ടോ സെക്ഷൻ ആണല്ലോ. കാരണം നമ്മുടെ കൂട്ടത്തിൽ തന്നെ 2 പേരാണ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് മുന്നേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം നടക്കാൻ ഇറങ്ങിയിട്ട് ആ ഫോട്ടോസൊക്കെ സീനറീസ് ഒക്കെ ഇങ്ങനെ എടുത്തു. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ദേ നോക്കിക്കേ എന്തോരം ടെൻ്റാണ്. അങ്ങനെ നമ്മുടെ വിശപ്പിൻ്റെ വിളിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെറിയ തണുപ്പൊക്കെ മാറി ചൂടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും അതൊരു സുഖമുള്ള ചൂടെന്ന് പറയില്ലേ. ചെറിയ തണുപ്പോട് കൂടി കാറ്റോട് കൂടിയിട്ടുള്ള ഒരു ചൂട്. അപ്പം നമ്മൾ വിചാരിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന്. കാരണം കുറേ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോഴേക്കും രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല ഉറക്കമായിരുന്നു. കാരണം ഇന്നലെ അത്രയും ലേറ്റായിട്ട് കിടന്നുകൊണ്ട് എണീക്കാൻ മേലായിരുന്നു. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ആളുകൾ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ അലാറം ഒന്നും വെക്കേണ്ട കാര്യം വന്നില്ല. അതുപോലെ അവരൊന്നും രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ ബഹളവും ചിരിയും ഒക്കെ ആയിരുന്നു. നമ്മൾ നേരത്തെ തന്നെ ക്യാമ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വന്നത് വത്തുവയായിരുന്നു. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ അജ്മാനിലൊക്കെ പോയി സ്റ്റേ ചെയ്ത സമയത്ത് അവിടെയൊന്നും വാഷ്റൂം ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വാഷ്റൂമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും നല്ല തിരക്കായിരുന്നു. കാരണം അതുപോലെ ആളുകളുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു വാഷ്റൂമിലെല്ലാം. പക്ഷേ എങ്കിൽ പോലും ഇത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ നല്ല മണ്ണൊക്കെ ആയതുകൊണ്ട് അത്ര നീറ്റൊന്നും വിചാരിക്കരുതായിരുന്നു. പക്ഷേ എങ്കിലും നമ്മൾ പോയി സ്റ്റേ ചെയ്യാനായിട്ടൊക്കെ നല്ലതായിരുന്നു. കാരണം അവിടുത്തെ നമ്മളൊരു എന്താ സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് മാറി നല്ല കാമായിട്ടുള്ള
കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് എന്ന് പറയത്തില്ല അതുപോലെ നമുക്ക് കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ രാവിലെ ഇതാ ഇപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് പറയുന്നത്. ചിലർക്ക് ഓംലേറ്റ് വേണം, ചിലർക്ക് ബുൾസൈ വേണം. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മളത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇതാ ഇപ്പോൾ ഓൾറെഡി കുറേ പേരൊക്കെ തന്നെ പോയിട്ടുണ്ട്. കാരണം പതുക്കെ ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലരാണെങ്കിൽ എണീറ്റിട്ടേ ഇല്ലായിരുന്നു. കാരണം അതുപോലെ ലേറ്റ് ആയിട്ടായിരുന്നു അവിടെ കടന്നിരുന്നത്. നല്ല ബഹളമായിരുന്നു. നൈറ്റൊക്കെ പാട്ടും ഇതൊക്കെ ആയിട്ട് നല്ല ബഹളമായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു.എയിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടോയെന്ന് തന്നെ നമ്മൾ അധികം ആർക്കും എനിക്ക് തോന്നുന്നു അറിയത്തില്ലായിരിക്കും. കാരണം അതുപോലത്തെ നല്ലൊരു കാം ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അങ്ങനെ ചൂട് ബ്രെഡ് ഓംലേറ്റും കട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ കുറച്ച് നേരം കൂടി ഒന്ന് നിന്നതിന് ശേഷം ആ ലേക്കിലേക്ക് ഒന്ന് പോയി നോക്കി. അപ്പോഴാണ് കണ്ടത് കുറേ ഫിഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രെഡിൻ്റെ ബാക്കി വന്ന എല്ലാം ഫിഷിന് ഇട്ട് കൊടുത്ത് എന്തോരം ഫിഷായിരുന്നു എന്നറിയോ. അതിനെ എല്ലാം കണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു. അപ്പം അങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇവിടെ വത്തുബ ലേക്കിൽ പോയാൽ മതി. അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.